Cooperative Societies Act 1912. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ ആക്ട് പാസ്സാക്കുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ലാൻഡ്മാർക്കാണ്. which movement entered in a second stage in progress. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ സെക്കൻഡ് സ്റ്റേജിന് ശക്തി പകർന്നത് ഈ ആക്ടോട് കൂടിയാണ്. മറ്റുള്ള 1904 ആക്ടിലുള്ള എല്ലാ ഡിഫക്റ്റും പരിഹരിച്ചുകൊണ്ട് വന്ന ഒരു ആക്ടാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. എന്നാൽ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ബേസിക് ഫീച്ചേഴ്സും അതിൽ അടങ്ങിയിട്ടുമുണ്ട്. വളരെ സിംപ്ലിസിറ്റി ആണ് അതിന്റെ പ്രത്യേകത, ഇലാസ്റ്റിസിറ്റി ആണ് ഈ ആക്ടിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ് അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. പ്രൊവിഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 നമ്മൾ 1904 ആക്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അവിടെ നമ്മൾ പറഞ്ഞ പ്രൊവിഷൻസ് എന്തൊക്കെയായിരുന്നു? സൊസൈറ്റി കുഡ് ബി ഫോംഡ് ബൈ എനി 10 persons ലിവിങ് ഇൻ ദി സെയിം വില്ലേജ് ഓർ ടൗൺ. പിന്നെ നമ്മൾ പറഞ്ഞു സൊസൈറ്റി ക്ലാസിഫൈ ചെയ്തതിനെ കുറിച്ച്, റൂറൽ അർബൻ എന്നുള്ളത്. ലാബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റഡ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് എന്നുള്ളത്. പിന്നെ ഫോർമേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് അതിന്റെ കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രജിസ്ട്രാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചീഫ് എയിം ഓഫ് സൊസൈറ്റി എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ലോൺ മെമ്പേഴ്സിന് പ്രൊവൈഡിലാണ്. മെമ്പേഴ്സിന് മാത്രമാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുക. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 25% പ്രോഫിറ്റ് എന്ത് ചെയ്യണം? സർപ്ലസ് റിസർവ് ഫണ്ടിലേക്ക് നമുക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഇൻകം ടാക്സിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസിൽ നിന്നൊക്കെ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 നമ്മൾ 1904 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ വന്നത് പറഞ്ഞ കാര്യങ്ങൾ. അതിന്റെ ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇതെന്താണ്? There is no provision act for organization of societies other than credit societies. ക്രെഡിറ്റ് സൊസൈറ്റീസ് രൂപീകരിക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിലില്ല. പിന്നെ അതുപോലെ തന്നെ there is no provision formation of central agency ഫോം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ അവിടെ ഇല്ല. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ആക്ടാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ ആക്ട് അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി റൂറൽ അർബൻ എന്നുള്ളത് അൺസയന്റിഫിക് ആണെന്ന് പറഞ്ഞു. ലാബിലിറ്റി ലിമിറ്റഡ്, റൂറലിന് ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും അർബനിന് ലിമിറ്റഡ് എന്നും ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ദെൻ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 നിന്ന് 12 എത്തുമ്പോൾ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് നോക്കാം. Any society, credit or otherwise, which aimed the promotion of economic interest of its members. എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ പ്രൊമോഷനാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം എന്നതാണ് ഇതിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം. Under this act, any society, credit or otherwise, having as its objectives the promotion of economic interest of its members in accordance with the cooperative principles or established with the objective of facilitating operation of such a society could be registered with or without unlimited liability. Unlimited or limited liability കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഒബ്ജക്റ്റീവോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതൊരു സ്ഥാപനവും എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് വേണ്ടി നിലകൊള്ളുന്നതാണ്. അത് ക്രെഡിറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, നോൺ ക്രെഡിറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇത് ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അത് എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണെന്ന് പറയാം. എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്.
economic interest. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് സൊസൈറ്റി ഈസ് ക്ലാസിഫൈഡ് ഓൺ ദി ബേസ് ഓഫ് ലയബിലിറ്റി എന്നുള്ളതാണ്. ലയബിലിറ്റിയുടെ ബേസിൽ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് unless otherwise directed by the local government, the liability of central society shall be limited. Central society liability limited ആയിരിക്കും. Rural society liability unlimited ആയിരിക്കും. Liability other type of society shall be limited or unlimited according to the desire of the members. മറ്റ് സൊസൈറ്റിയുടെ മറ്റ് അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റിയുടെ ഒക്കെ ലയബിലിറ്റി എന്നുള്ളത് അവരുടെ ഡിസ്ക്രിപ്ഷന് ഡിസയറിന് വിട്ടിരിക്കുകയാണ്. സൊസൈറ്റീസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ലയബിലിറ്റീസിന്റെ ബേസിലാണ്. അതിൽ തന്നെ സെൻട്രൽ സൊസൈറ്റീസ് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നുണ്ട്. റൂറൽ സൊസൈറ്റീസ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നറിയപ്പെടുന്നുണ്ട്. അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റി ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നോ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നോ അറിയപ്പെടും. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസോ ക്രെഡിറ്റ് സൊസൈറ്റീസോ ഏതോ ആവട്ടെ. The next, local government were permitted to use their discretion making rules and bylaws. The local government were given wide discretion for making rules for better working of the societies. അത് മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ, അതുപോലെ പ്രൊസീജിയർ ഓഫ് മീറ്റിങ്ങിന്റെ കാര്യത്തിൽ, പ്രൊവിഷൻ ഫോർ ഓഡിറ്റിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് ലോക്കൽ ഗവൺമെന്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, പെർമിറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ, കണ്ടീഷൻസ് ഓഫ് മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ, പ്രൊസീജിയേഴ്സ് ഫോർ മീറ്റിംഗ്സിന്റെ കാര്യത്തിൽ, പ്രൊവിഷൻ ഫോർ ഓഡിറ്റിന്റെ കാര്യത്തിൽ. റൂൾസ് മെയ്ഡ് ബൈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് വുഡ് ഹാവ് ദി സെയിം ഫോഴ്സ് ഇൻ റെസ്പെക്റ്റീവ് ഓഫ് പ്രൊവിൻസ് ആസ് ദി ആക്ട് ഇറ്റ്സെൽഫ്. പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഏതെങ്കിലും ലോക്കൽ ഗവൺമെന്റ് ആക്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് അനുസരിച്ചായിരിക്കും അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കും അടുത്ത റൂൾസും ബൈലോസും എന്ന് പറയുന്നത്. ഈ റൂൾസും ബൈലോസും ഉണ്ടാക്കാനുള്ള പെർമിഷൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് ലോക്കൽ ഗവൺമെന്റിന്. അതാണ് ലോക്കൽ ഗവൺമെന്റ് വേർ ഗിവൺ വൈഡ് ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, cooperative societies were given priority in regard to the recovery of certain dues. Cooperative societiesന് അവർക്ക് പ്രയോറിറ്റി ഗിവൺ ചെയ്തിട്ടുണ്ട് റിഗാർഡ് ടു ദി റിക്കവറി ഓഫ് സർട്ടൻ ഡ്യൂസ്. ഏതെങ്കിലും ഡ്യൂസ് ആളുകളിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുണ്ടെങ്കിൽ അത് പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയോറിറ്റി മുൻഗണന കൊടുത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കിട്ടാനുള്ള പണമാണ് കിട്ടാനുള്ള ഡ്യൂസ് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ആക്ട് കൂടി എന്ത് ചെയ്ത് പ്രൊവിഷൻ കൂടി ഈ ആക്ടിൽ എന്ത് ചെയ്തു ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അതിൽ ഒരു പ്രയോറിറ്റി ഉണ്ട് എന്ന് പറയാം, റിക്കവറി ഓഫ് ഡ്യൂസ് റിക്കവറി ചെയ്യുന്ന കാര്യത്തിൽ. Cooperative societies permitted to receive deposits and loans even from non-members. Non-members-ന്റെ പക്കൽ നിന്നും ലോൺസും ഡെപ്പോസിറ്റും ഒക്കെ റിസീവ് ചെയ്യാൻ കൂടി പെർമിറ്റ് ചെയ്തു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെമ്പേഴ്സിന് മാത്രമല്ല നോൺ മെമ്പേഴ്സിൽ നിന്നും എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാമെന്നുള്ള ഒരു പെർമിഷൻ ഈ ആക്ടോട് കൂടി കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്, മൊബിലൈസിങ് ഫണ്ട് ത്രൂ ഡെപ്പോസിറ്റ്സ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നോൺ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കയ്യിൽ നിന്നോ ഒക്കെ തന്നെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്ത് ലോൺ പ്രൊവൈഡ് ചെയ്യുക, മെമ്പേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം, ഉദ്ദേശം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഉദ്ദേശം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റികൾക്ക് പെർമിഷൻ വേണം, റിസീവ് ഡെപ്പോസിറ്റ് ഫ്രം നോൺ മെമ്പേഴ്സിൽ നിന്ന് റിസീവ് ചെയ്യാൻ, ഡെപ്പോസിറ്റ്സും റിസീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, ആ ഒരു നോൺ മെമ്പേഴ്സിന് എന്ത് ചെയ്യണം, പെർമിറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇവരുടെ ഉദ്ദേശം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഉദ്ദേശത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞ പ്രൊവിഷൻ കൊണ്ട് അർത്ഥമാകുന്നത്. Then restrictions were imposed on investments. Restrictions ഇമ്പോസ് ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ്സിന് മാത്രമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി സൊസൈറ്റീസ് ഫണ്ട്, സൊസൈറ്റിന്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് അവിടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. സൊസൈറ്റീസിന്റെ ഫണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം. പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റിന്റെ 25% അത് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യലാണ് 1904 ആക്ട് അനുസരിച്ച് നമ്മൾ പറഞ്ഞത്. ഇതിൽ പറയുന്നത് ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇതിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റേർഡ് സൊസൈറ്റി മേ വിത്ത് പ്രീവിയസ് സാങ്ഷൻ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രീവിയസ് സാങ്ഷൻ ഉണ്ടെങ്കിൽ 1/4 of profit toward reserve fund contribute to 10% of profit to wide range of charitable purpose education activities. 1/4 എന്ത് ട്രാൻസ്ഫർ ചെയ്യാം റിസർവ് ഫണ്ട് ആയിട്ടും, ആൻഡ് 10% നമുക്ക് ചാരിറ്റബിൾ പർപ്പസിന് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ആക്ടിൽ വന്നിട്ടുള്ള പ്രൊവിഷൻ. അത് പ്രൊവിഷനായിട്ട് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഇതിലെന്ത് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഈ ആക്ട് 1912 ആക്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റെസ്ട്രിക്ഷൻസ് വേർ ഇൻവേഴ്സ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, അതാണ് ഒരു പ്രൊവിഷൻ ആയിട്ടുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അതിന്റെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ് എന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഇത് രണ്ടും ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ് ഓൺ ദി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സൊസൈറ്റീസ് ഫണ്ട്, സൊസൈറ്റിന്റെ ഫണ്ട് എന്തിന് യൂട്ടിലൈസ് ചെയ്യണം, ഫണ്ട് സർപ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 12 എന്ത് ചെയ്തിട്ടുണ്ട്, വേണ്ട പ്രൊവിഷൻസ് അതിൽ നൽകിയിട്ടുണ്ട്. Then a society could be inspected by the registrar on the requisition of a creditor. ഒരു ക്രെഡിറ്ററെ റിക്വസിഷനിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രൊവിഷൻ. രജിസ്ട്രാർക്ക് റിക്വസിഷൻ ഓഫ് ക്രെഡിറ്റർ ഉണ്ടെങ്കിൽ കുഡ് ബി ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കും. കോർപ്പറേഷന്റെ സൊസൈറ്റിയുടെ ഇൻസ്പെക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻ ഉള്ള അധികാരം, പവേഴ്സ് ആർക്കാണുള്ളത്, രജിസ്ട്രാർക്കാണുള്ളത്. രജിസ്ട്രാർക്കാണ് ഇൻസ്പെക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരം ഉള്ളത്. രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ആണ് കോമ്പീറ്റന്റ് അതോറിറ്റി ടു രജിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർ ആണ് ഹെഡ് ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അയാൾക്കാണ് എക്സസൈസ് ഹിസ് പവേഴ്സ് ഓൺലി റെസ്പെക്ട് ഓഫ് സൊസൈറ്റി അണ്ടർ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോള്. ഗവൺമെന്റ് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർക്ക് അതിന്റെ പവേഴ്സ് നൽകിയിട്ടുണ്ട്. രജിസ്ട്രാർക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ഓഫീസേഴ്സ്, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർക്കൊക്കെ പവേഴ്സ് നൽകിയിട്ടുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട പവേഴ്സ് രജിസ്ട്രാർ എന്ത് ചെയ്തിട്ടുണ്ട്,
രജിസ്ട്രാർക്ക് നൽകിയിട്ടുണ്ട്. ആ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സൊസൈറ്റി എന്ത് ചെയ്യപ്പെടാം, ഇൻസ്പെക്ട് ചെയ്യപ്പെടാം എന്നുള്ളതാണ് മറ്റൊരു പ്രൊവിഷനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then registrar was given wide powers conducting an inquiry into constitution, working, financial condition of the society. രജിസ്ട്രാർക്ക് വാസ് ഗിവൺ വൈഡ് പവേഴ്സ്. രജിസ്ട്രാർക്ക് വൈഡ് പവേഴ്സ് നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? കണ്ടക്ടിങ് ആൻ എൻക്വയറി ഇൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ സൊസൈറ്റി. കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും വർക്കിങ്ങും ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ സൊസൈറ്റി, ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദി സൊസൈറ്റിയും സൊസൈറ്റിയുടെ വർക്കിങ്ങും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ എൻക്വയറി ചെയ്യാനുള്ള ആ ഒരു പ്രൊവിഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രാർക്ക് നൽകിയിട്ടുണ്ട്, പവേഴ്സ് നൽകിയിട്ടുണ്ട്. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 ഒരു പ്രൊവിഷൻ കൂടിയാണ്. Registrar was given wide powers of conducting an inquiry into constitution, working, financial condition of a society. Financial condition of a society. Then cooperatives and shares or interest in cooperative society were exempted from court attachment. Court attachment exempted ആണ്. കോർട്ട് അറ്റാച്ച്മെന്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് കോപ്പറേറ്റീവ്സിന്റെ ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റും കോപ്പറേറ്റീവ്സിന്റെ ഷെയർസ് അല്ലെങ്കിൽ ഓർ ഇൻട്രസ്റ്റ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ കോപ്പറേറ്റീവ് ആർ എക്സംപ്റ്റഡ് ഫ്രം കോർട്ട് അറ്റാച്ച്മെന്റ്. കോർട്ട് അറ്റാച്ച്മെന്റിൽ നിന്ന് സൊസൈറ്റീസ് ആർ എൻടൈറ്റിൽഡ്, കോർട്ട് അറ്റാച്ച്മെന്റിൽ നിന്ന് സൊസൈറ്റീസ് എക്സംപ്റ്റഡ് ആണ്. അതായത് സൊസൈറ്റീസ് were entitled to have a prior claim to enforce the recovery of dues on certain assets belonging to the borrower of society. As society is entitled, society എന്തുണ്ട്, അധികാരമുണ്ട്, have to prior claim to enforce the recovery of dues. prior claim ചെയ്യാൻ വേണ്ടിയിട്ട് to enforce the recovery of dues recovery ചെയ്തെടുക്കുമ്പോൾ certain asset belonging to the borrower of the society. സൊസൈറ്റിയുടെ ബോറോവറിൽ നിന്നുള്ള ബോറോവറുടെ അസറ്റുകളിൽ നിന്ന് belong to the borrower of the society. Assets belong to the ബോറോവറുടെ അസറ്റുകളിൽ നിന്നും അസറ്റുകൾ റിക്കവർ ചെയ്തെടുക്കുമ്പോൾ ഡ്യൂസ് റിക്കവർ ചെയ്തെടുക്കുമ്പോൾ അവിടെ സൊസൈറ്റിക്ക് എന്തുണ്ട്, എൻടൈറ്റിൽഡ് ടു ഹാവ് പ്രയർ ക്ലെയിം ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട് എന്ന് പറയാം. അതായത് എക്സംപ്റ്റഡ് ഫ്രം കോർട്ട് അറ്റാച്ച്മെന്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. നെക്സ്റ്റ്, കോർപ്പറേഷൻ, ഇറ്റ്സ് equivalent word may not be used in the name of any other business. Corporation or equivalent word may not be used in the name of any other business organization not registered according to the Cooperative Societies Act. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു സ്ഥാപനവും കോർപ്പറേഷൻ എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. കോർപ്പറേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കോർപ്പറേഷൻ എന്നുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിന് മാത്രമേ കോർപ്പറേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അവരുടെ പേരിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ കോർപ്പറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ അധികാരമുള്ളത് ആർക്ക് മാത്രമാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. ഇത്തരത്തിൽ അതായത് cooperative would be used as a part of the title of any business concern registered under the act unless it was already doing business under the act name before the commencement of the act. അല്ലെങ്കിൽ ഈ ആക്ട് കമൻസ് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങിയ ആളുകൾക്ക് മാത്രമാണ്, ഈ ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അതിനു മുമ്പ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഈ പേര് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉള്ളൂ എന്നുള്ളതാണ്. കോർപ്പറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതാണ് ഈ പ്രൊവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
In matters of liquidation and final winding up of a society, the registrar was given wide powers. ലിക്വിഡേഷൻ്റെ സമയത്ത് ഫൈനൽ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് സൊസൈറ്റിയുടെ രജിസ്ട്രാർക്കാണ് എന്ത് അത് വൈഡ് പവേഴ്സ് അധികാരം നൽകിയിട്ടുള്ളതെന്നുള്ള ഇതാണ് ഈ അടുത്ത പ്രൊവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 12th പ്രൊവിഷൻ പറയുന്നത് ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ സൊസൈറ്റി. ഈ ആക്ട് ആണ് ആദ്യമായി സെൻട്രൽ സൊസൈറ്റികൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട്, സെൻട്രൽ സൊസൈറ്റികൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട്, ഒരു പ്രൊവിഷൻ മുന്നോട്ട് വെച്ച ഒരു ആക്ടായിട്ട് നിലകൊള്ളുന്നത് ഈ ആക്ട് ആണ്. The act provided, ഈ ആക്ട് എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തു ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ രജിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ സൊസൈറ്റീസിന് രജിസ്ട്രേഷൻ നൽകാനുള്ള ഒരു പ്രൊവിഷൻ അവരെന്ത് ചെയ്തു മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ആക്ടിൽ കൂടിയാണ്. സെൻട്രൽ സൊസൈറ്റീസിന് ഇപ്പോൾ എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ ഉണ്ട്. അത് ഈ പ്രൊവിഷൻ വന്നതോടുകൂടിയാണ് നടപ്പിലാകുന്നത്. ദെൻ പിന്നീടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതിലെ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട്. സൊസൈറ്റീസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു, അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞു. ലയബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. നമ്മൾ നേരത്തെ കഴിഞ്ഞ 1904 ആക്ട് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തിയത് റൂറൽ ആൻഡ് അർബൻ എന്നായിരുന്നു. അതൊരു ഇല്ലോജിക്കലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റുന്നത്. പകരം ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്ന് നമ്മൾ എന്ത് ചെയ്തു ഉപയോഗിക്കാൻ തുടങ്ങി ഈ ആക്ടോടുകൂടി. While the former act prescribed that no member could hold shares worth more than ₹1,000. ഒരു മെമ്പർ 1000-നെക്കാളും കൂടുതൽ വിലയുള്ള ഷെയർ ഹോൾഡ് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല പഴയ ആക്ട്. എന്നാൽ പുതിയ ആക്ട് റെക്കമെൻഡഡ് ദാറ്റ് എ മെമ്പർ കുഡ് ഹോൾഡ് ഷെയർസ് വർത്ത് മോർ ദാൻ 1000 ഉള്ള വാല്യൂ ഉള്ള ഷെയർസ് ഹെൽഡ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഈ ആക്ടിന്റെ പ്രത്യേകത. ഓക്കെ, ഒന്നുകൂടി പറയാ, എല്ലാം സൊസൈറ്റിക്ക് അതിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ് പ്രധാനം എന്ന് പറഞ്ഞു, അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ദെൻ ലയബിലിറ്റി ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു കൊണ്ടുവന്നു. പിന്നെ ലോക്കൽ ഗവൺമെന്റിന് പെർമിറ്റ് ചെയ്തു ഡിസ്ക്രിപ്ഷൻ ഇൻ മേക്ക് റൂൾസ് ആൻഡ് ബൈലോസ് എന്നുള്ളതിൽ. പിന്നെ കോപ്പറേറ്റീവ് പ്രയോറിറ്റി റിക്കവറി ഡ്യൂസ് റിക്കവർ ചെയ്യുന്ന കാര്യത്തിൽ പ്രയോറിറ്റി കൊടുത്തു. Societies were permitted to receive deposits from non-members. Restrictions were imposed on investment. Society could be inspected by registrar, requisition by creditor. Then registrar wide powers and constitution, working financial condition of society. Shares or interest in cooperative were exempted from court attachment. Corporation എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ ഡിക്ലറേഷൻ്റെ സമയത്തും വൈഡ് പവേഴ്സ് ആർക്കാളുള്ള രജിസ്ട്രാർക്കുള്ളതെന്ന് പറഞ്ഞു. ആക്ട് ഫസ്റ്റ് ടൈം ഫോർ സെൻട്രൽ രജിസ്ട്രേഷൻ ഫോർ സെൻട്രൽ സൊസൈറ്റീസിന് ഉള്ള പ്രൊവിഷൻ മുന്നോട്ട് വെച്ചു. ₹1000 കൂടുതൽ വാല്യൂ ഉള്ള ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റി, ഹോൾഡ് ചെയ്യാൻ അനുവദിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ ആക്ടിലുള്ളത്. പിന്നെ സൊസൈറ്റി വെയർ എക്സംപ്റ്റഡ് പേയ്മെന്റ് അണ്ടർ സ്റ്റാമ്പ് ആക്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സൊസൈറ്റീസിന് ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് ഇത് എക്സംപ്റ്റഡ് ആണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ആക്ടിലും ഉണ്ടായിരുന്നു, മാറ്റമില്ല. പിന്നെ അതുപോലെ തന്നെ ആനുവൽ ഓഡിറ്റിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പറയുന്നത്. ഇത് കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഫ്രഷ് എനർജി നൽകിയ ഒരു ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സൊസൈറ്റീസ്, അതിൽ മെമ്പർഷിപ്പ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇതൊക്കെ വളർച്ച ഉണ്ടായി. പുതിയ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യപ്പെട്ടു, രൂപം കൊണ്ടു. നമ്പർ ഓഫ് സെൻട്രൽ സൊസൈറ്റീസ് ഇൻക്രീസ് ചെയ്തു. കോൺഫറൻസ് ഓഫ് പബ്ലിക് എന്ത് ചെയ്തു, ഗ്രേറ്റർ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ thought that the time had come to take stock of question 17th June 1940 issued a comprehensive report reviewing the progress
that had been made. ഇതനുസരിച്ച് ഒരു റിപ്പോർട്ട് എന്ത് ചെയ്തു 1904 സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തു. The government of India also felt that there was no need to foster the movement unless it was proved that the movement was progressing on economically sound lines. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിട്ട് ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കി എന്നാണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ആക്ട് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആക്ട് വന്നതോടുകൂടി കോപ്പറേറ്റീവ് രംഗത്ത് വലിയ മാറ്റം തന്നെ